10 വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ തിരുനാൾ. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഇരട്ട സഹോദരി. ഇരട്ട സഹോദരങ്ങളായ രണ്ടുപേരും വിശുദ്ധരാവുക എത്ര അപൂർവമായ സൗഭാഗ്യം! എത്ര അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ എന്ന് തോന്നുന്നില്ലേ? പക്ഷെ വില കൊടുക്കാതെ അനുഗ്രഹമുണ്ടോ? ഇവിടെയും മക്കളെ ദൈവത്തിനായി വിട്ടുകൊടുത്ത് ഹൃദയത്തിൽ രക്തസാക്ഷിയായ ഒരു പിതാവുണ്ട്. പക്ഷെ കാലക്രമേണ ആ തീരുമാനം തനിക്കും അവർക്കും എത്രയധികം പേർക്കും അനുഗ്രഹമായി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കും. അദ്ദേഹത്തെ പോലെ മക്കളെ ദൈവത്തിനായി വിട്ടുകൊടുത്ത ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ബെനഡിക്റ്റ് എന്ന് വെച്ചാൽ ദ ബ്ലെസഡ് വൺ എന്നർത്ഥം. സ്കൊളാസ്റ്റിക്ക എന്ന് വെച്ചാൽ ദ ലേൺഡ് വൺ. അനുഗ്രഹിക്കപ്പെട്ടവരും പാണ്ഡിത്യമുള്ളവരുമായ ആ മക്കൾ സഭയുടെ ചരിത്രത്തിലെ വൈശിഷ്ട്യമായ ഇരട്ടകളായി തീർന്നു. ആശ്രമങ്ങൾ സ്ഥാപിച്ച അവർ രണ്ടുപേർക്കും ഒരേ മുദ്രാവാക്യമായിരുന്നു: പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. ഇറ്റലിയിലെ നാർസിയായിൽ 480 ജനിച്ച അവരുടെ അമ്മ പ്രസവത്തോടെ തന്നെ മരിച്ചുപോയി. ബെനഡിക്റ്റ് ചെറുപ്പകാലത്തിൽ തന്നെ പഠിക്കാനായി റോമിലേക്ക് പോയി. സ്കൊളാസ്റ്റിക്കയുടെ പേരിൽ പഠിപ്പുണ്ടെങ്കിലും അവർക്ക് ലൗകിക വിദ്യാഭ്യാസം കുറവായിരുന്നു. പക്ഷേ നന്നേ ചെറുപ്പത്തിലെ ദൈവത്തിന് അവൾ തന്നെ സമർപ്പിച്ചു. പിതാവായ യൂട്രോപ്പിയാസിനെ നോക്കാൻ മക്കളാരും അടുത്തുണ്ടാവില്ലല്ലോ എന്ന ചിന്തയിലാണ് അവൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. ആത്മജ്ഞാനം വേണ്ടുവോളം ഉണ്ടായിരുന്ന അവൾ പ്രാർത്ഥിച്ചത് ദേവാലയത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും എല്ലാമായിരുന്നു. ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ദൈവസാന്നിധ്യ അവബോധം കൊണ്ടു നടക്കുന്ന പതിവ് അവൾ എപ്പോഴും കാത്തുസൂക്ഷിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം ബെനഡിക്റ്റ് നാർസിയായിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഏകാന്തതയിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ആദ്യം സുബിയാക്കോയിലെ ഗുഹയിലേക്കും പിന്നീട് മോന്തേ കാസ്റ്റിനോയിലേക്കും പോയി. സ്കൊളാസ്റ്റിക്ക സഹോദരന്റെ കാലടികൾ പിന്തുടരാൻ ആഗ്രഹിച്ച് പിതാവിനോട് അനുവാദം ആവശ്യപ്പെട്ടു. വീട് വിട്ടുപോകാനായി അദ്ദേഹം അനുവാദം നൽകി. ആ പിതാവിന് ഭവനത്തിലുണ്ടായിരുന്ന ഏക ആശ്വാസവും ആശ്രയവുമായ മകളെ വേർപിരിയുന്നതിൽ അഗാധമായ ദുഃഖമുണ്ടായിരുന്നു. എങ്കിൽ കൂടി ദൈവഹിതത്തിന് എതിരാകുവാൻ ആഗ്രഹിച്ചില്ല. അവൾക്ക് പിതാവിന്റെ അനുവാദം ലഭിച്ചു. സ്കൊളാസ്റ്റിക്ക സ്ത്രീകൾക്കായി ആശ്രമം സ്ഥാപിച്ചു. പോപ്പ് ഗ്രിഗറി പറയുന്നത് സന്യാസിനികൾക്കായി നിയമം എഴുതിയുണ്ടാക്കിയത് ബെനഡിക്റ്റ് ആണെങ്കിലും അവർ അതൊക്കെ തങ്ങളുടെ വിശദീകരണത്തിനായാണ് ഈ നിയമങ്ങൾ എന്ന ചിന്തയോടെ വിശ്വസ്തതാപൂർവം സന്തോഷത്തോടെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ചുമതല സ്കൊളാസ്റ്റിക്കയുടേതായിരുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ബെനഡിക്റ്റൈൻ ആശ്രമത്തിന്റെ ആബസ്റ്റ് ആയി തീർന്നു സ്കൊളാസ്റ്റിക്ക. വിശുദ്ധ ഗ്രിഗറിയുടെ വിവരണത്തിൽ നിന്ന് വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെയും വിശുദ്ധ ബെനഡിക്റ്റിന്റെയും അവസാന കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നെന്ന് നമുക്കറിയാം.